മണിപ്പൂർ ഇപ്പോഴും ശാന്തമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വർഷത്തിന് മുകളിലായി മണിപ്പൂരിൽ സ്ഥിതിഗതികൾ വഷളാണ്. രാജ്യത്ത് ഒരു സംസ്ഥാനം ഇങ്ങനെ കത്തിയെരിയുമ്പോൾ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് വേദിയിൽ ആർത്തുല്ലസിക്കുന്ന മോദിയായിരുന്നു നമ്മളന്ന് കണ്ടത്. മോദി കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും മണിപ്പൂരിൽ വരാൻ തയ്യാറായില്ല. അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തായാലും മോദി അനുഭവിക്കാൻ കിടക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം, സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വന്നത് മണിപ്പൂരിലെ BJP സർക്കാരിന് തിരിച്ചടിയായിരിക്കുകയാണ്. മണിപ്പൂരിന് പുറത്ത് UPSC സിവിൽ പരീക്ഷ എഴുതുന്നവർക്ക് പ്രതിദിനം 3000 രൂപ നൽകാൻ സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച ഉത്തരവുകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. UPSC സിവിൽ സർവീസ് പരീക്ഷ മെയ് 26-നാണ് നടക്കുന്നത്. കലാപങ്ങളും അക്രമ സംഭവങ്ങളും മണിപ്പൂരിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മണിപ്പൂരിന് പുറത്തേക്ക് പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റണമെന്നും യാത്രാ സൗകര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട് 140 ഉദ്യോഗാർത്ഥികൾ ആദ്യം ഡൽഹി ഹൈക്കോടതിയെയും തുടർന്ന് സുപ്രീം കോടതിയെയും സമീപിക്കുകയായിരുന്നു. അതിനിടെ മണിപ്പൂരിലെ മലയോര ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവർ തെരഞ്ഞെടുത്ത ഇംഫാൽ പരീക്ഷാ കേന്ദ്രം മാറ്റാൻ അനുവദിക്കുമെന്ന് മാർച്ച് 29-ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരുന്നു. മണിപ്പൂർ സംസ്ഥാന സർക്കാരിനോട് യാത്രാ സൗകര്യം ഒരുക്കുവാനും ചെലവുകൾക്കായി പ്രതിദിനം 1500 രൂപ വീതം നൽകാനുമായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത്. എന്നാൽ മണിപ്പൂരിന് പുറത്ത് പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുകയും മാറുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ഹർജികൾ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, അതുപോലെ ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് കഴിഞ്ഞ ദിവസം പരിഗണിച്ചിരുന്നു. അപ്പോഴാണ് ഉദ്യോഗാർത്ഥികൾക്കായി ഹൈക്കോടതി നിർദ്ദേശിച്ച 1500 രൂപയിൽ നിന്നും 3000 രൂപയായി സുപ്രീം കോടതി വർദ്ധിപ്പിച്ചത്.